नाराकोट नाराकोट के नाराकोट 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 നാറാക്കോട്ട് എന്നോ വെള്ളം ഐസായി നിൽക്കുന്നുണ്ടോ കട്ട പിടിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് കുത്തി പൊട്ടിക്കട്ടെ കിച്ച किच्चा दीदी गरीब देश है तो भाई भाई हमरो के वास्ते ही हो गरीब देश है आपका गरीब देश है बट आपका अच्छा है സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് സമയം ഇപ്പോൾ 8 മണിയായി ഞാനുള്ളത് നേപ്പാളിലെ കാലിക്കോട് ജില്ലയിൽ വരുന്ന നാഗ്മ എന്ന് പറഞ്ഞ സെയിം ബജാറിൽ തന്നെയാണ് രാവിലത്തെ ഒരു വ്യൂ കാണിക്കാനാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വെയിലുണ്ട് അതുപോലെ തന്നെ മൈനസ് ടെമ്പറേച്ചറാണ് ഇപ്പോൾ -1 ഈ ഒരു കാലാവസ്ഥ നിൽക്കുന്നത് രാത്രിക്ക് -2, -3 ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ ആൾക്കാർ പറയുന്നത് മുകളിലോട്ട് പോകുന്തോറും കാലാവസ്ഥയൊക്കെ മാറും റാറ ഭാഗത്തൊക്കെ മൈനസ് ടെമ്പറേച്ചർ അത് ഹിമാലയ നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ഇതൊക്കെ ഇവിടുത്തെ ടൗണിലൊരു ഭാഗം കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സ്ഥലങ്ങളൊക്കെ ടീക്കേ ഞാനോടൊരു ചായ പറഞ്ഞു കേട്ടോ ചായക്ക് എത്ര പൈസ ചോദിച്ചാൽ 30 രൂപയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നേപ്പാൾ പൈസ 30 രൂപേൻ്റെ ചായയാണ് നോർമൽ ടറായി ഏരിയകളിൽ 15 രൂപ കിട്ടുന്ന ചായ ഇവിടെ എത്തും 30 രൂപ അതൊരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സഞ്ചാരികൾ വരുമ്പോൾ ആദ്യം വില ചോദിക്കണം എന്നിട്ട് മാത്രമേ എന്തും കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണത്തിന് 200 രൂപ പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കയ്യിൽ ക്യാമറയോ മൊബൈലോ 2 മൊബൈലോ ഒക്കെ കണ്ടാൽ ചിലപ്പോൾ അത് കൂട്ടി പറയും എൻ്റെ അനുഭവമാണ് കേട്ടോ സുഹൃത്തുക്കളെ പക്ഷേ ജീവിക്കാൻ വേണ്ടിയാണ് തട്ടിപ്പറിക്കുന്നൊന്നുമില്ല നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കൽ ഈ ഒരു പട്ടണത്തിൻ്റെ ലോങ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് മലമുകളിൽ കയറിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണിച്ചു തരുന്നത് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ലോങ് ഈ ഒരു പട്ടണം കാണാൻ വേണ്ടി എന്ത് രസമാണല്ലേ ആ നദിയും ഈ ഒരു പട്ടണവും ഈ ഒരു പർവ്വത പ്രദേശമൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയേ വലിയൊരു പട്ടണം തന്നെയാണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ കാരണം ഞാൻ അപൂർവമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതായത് 10 കിലോമീറ്ററൊക്കെ നടന്നു പോയാലും മാത്രമാണ് വലിയ വലിയ സിറ്റികൾ കാണാൻ പറ്റുമോ ഗ്രാമങ്ങളൊക്കെ പിന്നെ അടുത്ത യാത്രയിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ സിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഈ ഒരു പട്ടണത്തിൻ്റെ ലോങ് വ്യൂ ഒരു രക്ഷയും ഇല്ല എന്ന് പറയാം नगरपालिका नाम क्या है नगरपालिका नाम नगरपालिका हिमा हाँ क्या है हिमा गांव पालिका हो नगरपालिका हिमा नगरपालिका मुगू डिस्ट्रिक्ट है मुगू में मुगू ठीक है थैंक यू ധന്യവാദ് അതായത് മുഗൂന്നില്ല ഹിമാ നഗർപാലിക ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല ദൂരമുണ്ട് ഇവരുടെ റോഡെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതാണ് ഇങ്ങോട്ടേക്കുള്ള റോഡെന്ന് പറയുന്നത് ഗ്രാമവാസികളും നടന്നു പോകുന്നുണ്ട് വാഹനങ്ങളിൽ ഇവർക്ക് സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് വിചാരിക്കും പോലെയല്ല കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഞാൻ നടന്ന് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളമാണ് എൻ്റെ ബഡ്ജറ്റ് യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്രാമവാസികളുണ്ടോ ഈ സാധനം എടുത്ത് ഇവർ 3 കിലോമീറ്ററോളം നടക്കുന്നുണ്ട് ചുരുങ്ങിയത് 8-10 കിലോമീറ്റർ എനിക്ക് തോന്നുന്നു അരിയാ തോന്നുന്നു കേട്ടോ കെട്ട് കണക്കിന് അരിയാണ് അരി പച്ചക്കറിയൊക്കെ എടുത്തിട്ടാണ് പാവങ്ങൾ നടക്കുന്നത് പക്ഷേ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് വാഹനങ്ങൾ ചുരുങ്ങിയത് ഒരു 60-70 കിലോമീറ്റർ സഞ്ചരിക്കാൻ തന്നെ 400-500 രൂപയാണ് ആ ഒരു സ്ഥലത്താണ് ഞാനെന്താണ് എൻ്റെ ലഗേജ് വെച്ച് നടന്ന് നമ്മളെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് പോകുന്ന കാഴ്ചകൾ ഓരോന്നായി കാണാം जुमला जुमला है हाँ इधर में स्टार्ट जुमला जिला नहीं वो नीचे मिलेगा है ना कौन सा गाँव पालिका हिमा 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 नगर पालिका हिमा गाँव पालिका हिमा गाँव पालिका इस जुगाड़ा गाँव है हाँ जुगाड़ा गाँव है ना उस आगे आगे जाके ना ठीक है वो नीचे पड़ेगा था कोयरेली ऊपर बड़की गाँव ठीक है सब मिलेगा ये क्या है ये है ना हाँ नेपाल का राजा रानी बना के लिए ना उसे पुराना हाँ पुराना का बना के लिए ना वो आगे बने आगे नहीं खुल रखा है ना जो नया साल लग रखा है ना 24 बैसाख को ठीक है उसे खुलना है अच्छा पुराना राजा रानी हाँ अच्छा ये जुगाड़ा गाँव स्टार्टिंग हाँ जुगाड़ा गाँव स्टार्टिंग ठीक है पुल अलग गाँव जाने के लिए रास्ता है नहीं है ना ऊपर जाने के लिए लकड़ी लकड़ी हाँ लकड़ी लेने के लिए ना ऊपर जाने के लिए ठीक है ये क्या है ये है ना गाय का हाँ गाय का मॉल है ना ठीक है ഇത് നമ്മൾ എന്താണ് വൈക്കോൽ ഉണക്കിയതാ എന്താ കൊണ്ടുപോകുന്നതാണ് ഗ്രാമത്തിലെ ആൾക്കാർ എന്തല്ലേ നല്ല വെയിറ്റ് ഉണ്ടാവും ഈ കിतना भारी ये भारी है ना 25-30-40-45 kg से हो रखा है 25-30 हाँ 30-40 ചിലപ്പോൾ 45 വരുന്ന പറയുന്നത് आपका नाम मेरा नाम दीपेंद्र है ഇതാണ് ഈ ഗ്രാമത്തിലെ കടകളൊക്കെ പറയുന്നത് ഇവിടെ ഒരു പോലീസ് ക്യാമ്പ് ഉണ്ടായിരുന്നു അവരെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയില്ല അവരെന്നോട് നല്ലതുപോലെ സംസാരിച്ചു എനിക്കെന്താണ് വൈഫൈ കണക്ഷൻ തന്നു ആ ഒരു സമയത്ത് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത് കണ്ടുകൂടാ NIMB നേപ്പാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ് കേട്ടോ NIMB എന്ന് പറയുന്നത് നേപ്പാൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെഗാ ബാങ്ക് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഗ്രാമമാണെന്ന് പറയാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീടുകളൊക്കെ എന്താണെന്ന്
ഇവിടെ കണ്ടോ എല്ലാ മനുഷ്യരും തന്നെ പോലീസുകാരടക്കം എന്നെ ഇങ്ങനെ നോക്കുവാണ്. അതിന് മെയിൻ റീസൺ നമ്മളെ ലാംഗ്വേജ് ആണ്. വളരെ വ്യത്യാസമായ ഭാഷ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊക്കെ ക്യൂരിയോസിറ്റിയാണ്, ഇവൻ ആരാണ് എന്താണ്. ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പിലാണ് ഇവിടുത്തെ കാലാവസ്ഥ നിൽക്കുന്നത്. നോർമൽ 3 ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകാം. ആംബുലൻസ് ഉണ്ടോ? 2 ആംബുലൻസാണ് ഉള്ളത്. അത് മാത്രമല്ല ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ടാറിംഗ് ഇല്ല, വിത്തൗട്ട് ടാറിംഗ് റോഡാണ്. ഈ നാം ക്യാ ഹൈ? इसका इमा गांव पालिका, इमा गांव पालिका वड़ा नंबर 4 और 5 का पूल है, पुल काठे पुल है, काठे काटे पुल है काठे पुल। ഇവിടെ ഈ इसका ये नाम क्या है? वो लिखा है तो नाम हुई। मेरा हिंदी भाषा नहीं है. अरे वो नेपाली सेना का सुरक्षा कर्मी है। ഓക്കെ. ഇവിടെ എന്താണ് ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ആവണത്ര. ഇതുകൊണ്ടോ ഒരു പാലം ഇവിടെ വന്നാൽ ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷമാണ് ഈ കാണുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ വലിയ പാലമാണ്. കാണുമ്പോൾ തന്നൊരു സന്തോഷം, ജനങ്ങളുടെ സന്തോഷം കണ്ടോ. അതായത് ഇവിടുത്തെ ഗ്രാമത്തിലെല്ലാവരും വന്നിട്ട് ഏതോ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, നമ്മുടെ നാട്ടിൽ മന്ത്രി MLA എന്നൊക്കെ പറയാറില്ലേ, അതേപോലത്തെ ഒരാൾ വരണം. എന്നിട്ട് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിന്റെ ഓപ്പൺ ടൈം ഇത് തുറക്കും എന്നാണ് പറഞ്ഞത്. അതുവരെ ഇവിടെ ക്ലോസ് ആക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സന്തോഷം കേട്ടോ. അതായത് ഉദ്ഘാടനം കഴിയാതെ ഇവിടെ ആരും പ്രവേശിക്കാൻ വിടില്ല എന്നാണ് പറയുന്നത്. ठीक है, धन्यवाद. आज हिंदू धर्म का जगत माता श्री स्वस्तानी परमेश्वरी का अच्छा उत्तम दिन है। ठीक, क्या है? पानी है, ये जल है, गंगा जल हम घर को लेंगे, उन्हीं माता का श्री चरण पधारेंगे। ये तीरा नदी है, तीर्थ नदी है। ये हमारा लोग मरते हैं तो यहाँ हुआ है। ठीक है, धर्म घाट है। अच्छा ठीक है, ठीक है. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഒരു ബസ് വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഇത് നാഷണൽ ഹൈവേ ആണ്. ഈ റോഡിലൂടെയും ബസ് പോകും. ജുംല പറഞ്ഞ പ്രധാനപ്പെട്ട ഹൈവേയിലൂടെയും ബസ് പോകും. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വണ്ടിയാണ് കേട്ടോ. അതായത് റാറ ലാൽ താളിലൊക്കെ പോയിട്ട് വരുന്ന വാഹനമാണ്. ഹായ്, ഇത്രയും വലിയ ബസ് പോകുന്ന സ്ഥലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് ഗ്രാമത്തിലെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ബടിയാ. आपका नाम क्या है भाई साहब? मेरा नाम हाँ, श्री भैरव बहादुर शाही। श्री भैरव बहादुर शाही। हिमा गांव पालिका वड़ा नंबर 5 नंबर है। बुआ, मेरा जन्म स्थान बुआ है। वो इंडिया गया? हाँ, इंडिया घुमा है। हम केरला नहीं गया है। कौन सा जगह घूमने? केदारनाथ, बद्रीनाथ, अच्छा, उत्तराखंड, अयोध्या और गोरखपुर, उत्तर प्रदेश। हाँ, वो मित्र राष्ट्र। ठीक है, वो हम भारत को जीजा ठीक है, मानते हैं। दीदी सीता को हम जनन दीदी मानते हैं। आज हमारा श्री स्वस्तानी परमेश्वरी का व्रत था। हम इस गंगा को ठीक है, माफी मांगना आया, फल मांगना, वरदान मांगना आया। इस हम नेपाल भाषा है, नेपाल भाषा है। मेरा केरला से पैदल घूमने। हाँ, किधर जाना है? അവര് പറഞ്ഞ അവര് പാവപ്പെട്ട ഒരു ദേശത്തിലെ ആൾക്കാരാണ്. മാതാജിക്ക് നാം ക്യാ ഹൈ? मेरा नाम लक्ष्मी। ലക്ഷ്മി. ठीक है, ഞാൻ എന്തായാലും ഇവർക്ക് ഒരു 50 രൂപ കൊടുക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, കാരണം എൻ്റെ അടുത്ത് അത്രയൊന്നും ഇല്ല. നിങ്ങൾ വരുവാണെങ്കിൽ സഹായിക്കാൻ തോന്നുവാണെങ്കിൽ ഇവരെ പോലെ ആൾക്കാരെ സഹായിക്കണം കേട്ടോ. ഇവരുടെ സ്നേഹം എപ്പോഴും സത്യമായിരിക്കും. കിച്ച दीदी, गरीब देश तो भाई भाई हाम्रो के जस्तै यो गरीब देश है आपका, गरीब देश है बट आपका अच्छा है. एउटा झपडी त लाउन सकिन्न भाइ. ഇവർക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മളോട് പറയുന്നത്. मेरो लो श्रीमान नहीं है. ठीक है, श्रीमान सिनेमा नहीं है. सानो बच्चा छ नि. कितना बच्चा है? बच्चा अहिले जेठै बाबु 9 वर्षको. अच्छा, एउटा 8 श्रीमान नहीं. ठीक है. അവർ എന്താണ് പാവപ്പെട്ടവരാണെന്ന് അവർ പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും സഹായിക്കാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങളെപ്പോലെ ആൾക്കാർ വന്നാൽ ഇവരെ പോലുള്ള ആൾക്കാരെ സഹായിക്കണം കേട്ടോ. പാവങ്ങളാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ കാണിക്കാത്ത ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഉൾപ്പെടുത്തി തരുന്നത്. എൻ്റെ യാത്രകൾ ഞാൻ എന്നും കാണാം. നമ്മൾ നടന്നു വരുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളോട് ഇവർ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമാവാറുണ്ട്. പക്ഷേ ഞാൻ എന്നെ കൊണ്ടാവുന്ന ഞാൻ കൊടുക്കും കേട്ടോ. കാരണം എൻ്റെ ഒരു ദിവസം ചിലവെന്ന് പറഞ്ഞത് 200, 300, 400 ഒക്കെയാണ്. ഹിന്ദി മേരാ ബഹുത് കം ഹൈ, കേരള ഭാഷ, മലയാളം ഭാഷ. ठीक है. ഞാൻ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അമ്മൂമ്മ എന്നെ വിളിച്ചു. പാവം കേട്ടോ, എന്ത് സന്തോഷമാണ് അത് എന്നെ കണ്ടിട്ട്. എന്നോട് ചോദിക്കുമെന്ന് നിന്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണെന്നൊക്കെ. അതായത് നമ്മൾ നേപ്പാളിൻ്റെ ഉൾഗ്രാമങ്ങൾക്ക് നല്ലതുപോലെ പോകുമ്പം നമ്മളൊന്ന് കാണാൻ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഗ്രാമങ്ങൾ അവരുടെ ജീവിതവും കാണും. ഇവിടെ കുട്ടിയുണ്ട്. ഹായ് ഹായ് ഹായ്, ഞാൻ ക്യാ ഹൈ? परवेश. हाय माता जी, नमस्ते.
ഒരു പാവ അമ്മമ്മ കേട്ടോ. നമ്മളെ നാട്ടിലെ പ്രായമായവരും ഇവിടുത്തെ പ്രായമായവരും വളരെ വ്യത്യാസമാണ്. ഇവിടെ ഹെൽത്തിയാണ്. ഇവര് ഇതേപോലത്തെ മരക്കൂട്ടിയൊക്കെ കണ്ടു, ഇതൊക്കെ എടുത്തിട്ട് മല കയറി പോകും. അത്രയും ഹെൽത്തി ആയ ജനങ്ങളാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കാണാൻ കഴിയില്ല. കാരണം ഇവരുടെ വീടും കൃഷിയും ചാണകം അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ആണ് കൂടുതലും കാണാൻ കഴിയുക. പിന്നെ താറാവ്, കോഴിയൊക്കെ, ഇവിടെ താറാവുണ്ട്. ഇവർ താറാവ് ഇറച്ചി നല്ലപോലെ കഴിക്കും. പിന്നെ ഇതേപോലെ വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരെ കണ്ടോ, ഇവരെന്തെങ്കിലും സഹായിച്ചാലായി ജനങ്ങളെ, ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാരെ. പിന്നെ നമ്മളെപ്പോലെ വരുന്ന സഞ്ചാരികൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരും ധാരാളം ഉണ്ട്. പിക്കപ്പാണ്. ഒരു വാഹനം പോയാൽ റോഡിന്റെ അവസ്ഥ പൊടി പടലാണ്. എന്തെങ്കിലും അമ്മൂമ്മനെ കണ്ടപ്പോൾ എൻ്റെ അമ്മൂമ്മേനൊക്കെ ഓർത്ത് പോയി കേട്ടോ. അവരുടെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവർ ജീവിച്ച ജീവിതമാണ് ജീവിതം. കാരണം ശ്വസിച്ച വായു, ഭക്ഷണം, സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലാത്തൊരു കാലമാണ് നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിൽ. അത് നമ്മൾ ഇന്ത്യയിലായാലും ഉൾഗ്രാമങ്ങൾ അങ്ങനെയാണ്. അത്രയും സുന്ദരമായ ഗ്രാമപ്രദേശം അടുത്ത ജനങ്ങളുമാണ്. ബായ്. പാവം കുഞ്ഞു കേട്ടോ. ഒരു മാതാജി ഉണ്ട്. മാതാജി ടീക്കേ ടീക്സേ. പാവ താറാവിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ്. കയ്യിലൊക്കെ നോക്കി ചാണകം കണ്ടോ. ഭയങ്കര ഹാർഡ് വർക്കാണ് ഇവിടുത്തെ ജനങ്ങള്. ഭൂഗോൽ പാട്ട എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കണ്ടത് ദാഹമായിരുന്നു. ദാഹത്തിന് വേണ്ടി കുടിവെള്ളം നോക്കിയതാണ്. അപ്പൊ കണ്ടതാണ് ഇവർ ഈ വെള്ളം വരുന്ന പൈപ്പ് കണ്ടോ, അതിന് മുകളിൽ ഒരു സ്റ്റാച്ചു വെച്ചൊരു ഫിക്സ് ചെയ്തിട്ടുണ്ട്. താഴെ പുലിനെ പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടോ സ്റ്റാച്ചു. ഇവരുടെ ഏതെങ്കിലും ദൈവമായിരിക്കും, ഇവരുടെ മന്ദിരത്തിലെ ഏതെങ്കിലും ദൈവത്തിന്റെ ഇതായിരിക്കും കേട്ടോ അവർ വിശ്വസിക്കുന്ന. എന്തായാലും ഈ ഒരു സെറ്റപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. കുടിവെള്ളമൊക്കെ ഇവർ പുണ്യമായി ശേഖരിച്ച് വെക്കും. അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ. ഈ വെള്ളം കണ്ടോ, നമ്മളെ മിനറൽ വാട്ടർ ഇല്ല അതിന്റെ തോൽപ്പിക്കും. അത്രയും പ്യുവറാണ്. മലകൾക്കിടയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ വീടാണ്. വീടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇവർ ഉണ്ടാക്കിയത്, മൊത്തം പലകയാണ്. മരമില്ലേ, മരവും ടിന്നാണ്. ഇതുണ്ടോ, ഇത് ടിന്നാണ് ഈ കാണുന്നത്. ടിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ വാതിൽ നോക്കി എന്ത് രസമാണല്ലേ, ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന ടൈപ്പിലൊരു വാതിൽ. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഗ്രാമത്തിൽ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ. പക്ഷേ വളരെ 2-3 വീട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രാമത്തിൽ. പിന്നെ മലമുകളിലാണ് ഗ്രാമം കൂടുതലായിട്ടും വരുന്നത്. വീടും കാര്യങ്ങളൊക്കെ. ലൈറ്റ് കണക്ഷൻ ഇല്ല, സോളർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും കാണുന്നില്ല സംസാരിക്കാൻ വേണ്ടി. ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രായമായവർക്ക് നമ്മളെ ഭാഷ അറിയില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കരുതിയിട്ടാണ്. ഈ വീട്ടുകാരൊക്കെ എവിടെയോ പോയി തോന്നുന്നു. കടയും വീടെല്ലാം ഒരുമിച്ചുള്ള ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഭജൻഘാട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഗ്രാമം ഗവൺമെന്റിന് അറിയാമോ എന്നാണ് എനിക്ക് സംശയം. കാരണം സീറോ ഡെവലപ്ഡാണ് ഈ ഒരു ഗ്രാമം. ഒരു ഡെവലപ്മെന്റ് പോലും ഈ ഒരു ഗ്രാമത്തിലില്ല. ഇതിലൂടെ പോകുന്ന റോഡാണ് കേട്ടോ. ബസ് വരെ പോകുന്ന ഒരു വഴി കൂടിയാണെന്ന് ആലോചിക്കുക. 2 വഴിയുണ്ട്. ഒന്ന് പ്രോപ്പർ ജുംല പോയിട്ട് മുഗു പോവുക. ഇതും ഡയറക്റ്റ് മുഗു എന്ന ജില്ലയിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കണ്ടു. ഇവിടെ നമ്മുടെ നാട്ടിലെ തോടെന്നൊക്കെ പറയില്ലേ, ഇത് തോടല്ല, മലമുകളിൽ നിന്ന് വരുന്ന വലിയൊരു നദീൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കാണുന്നത്. ഇവിടെ എന്താണ് അമ്മ തുണിയൊക്കെ അലക്കുന്നുണ്ട്. ഭജൻഘാട്ട് നിങ്ങൾ ഇതൊക്കെ കാണും കേട്ടോ. മനുഷ്യർ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്. അതായത് പഴയ കാലം തിരിച്ചു വന്നോ, പുതിയ കാലത്തിലേക്ക് പോവാത്ത ഒരു ജനത എന്ന് പറയാം. അത്രയും പഴമയോട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം. ഇത് ഇവർ നടക്കാൻ വേണ്ടി ആക്കിയ ഒരു മരത്തിന്റെ പാലാണ്. ഞാൻ ഇങ്ങനെയുള്ള ഗ്രാമത്തിലൂടെയാണ് നടന്ന് സഞ്ചരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. വിദ്യാഭ്യാസം ഉണ്ടോ ചോദിച്ചാൽ കുട്ടികൾ പഠിക്കുന്നത് വളരെ കുറവാണ്. ഇവർ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നീങ്ങും കേട്ടോ. ഇതാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ കണ്ടോ. വളരെ ഡിഫറൻ്റ് ആയി ജീവിക്കുന്ന ഒരു ജനത. ഇവർ വിറക് കൂട്ടി വെച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ വിഷമമാവുന്നുണ്ടോ, സന്തോഷമാണോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ യാത്രയാണോ നിങ്ങൾ നോക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കാണുമ്പം ഇവരൊക്കെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. സഹായിക്കണം എന്ന് പറഞ്ഞാൽ വലിയ കോടികൾ കൊടുത്തിരുന്നല്ല, ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പോകുമല്ലോ. എൻ്റെ ഒരു ഭാവിയിലൊരു സ്വപ്നമാണ് ഇങ്ങനെയുള്ള ഓരോ ഗ്രാമങ്ങളുടെ ഒരു തവണ കൂടി വരണം. എന്തായാലും ഇവരെ സമ്മതിക്കേണ്ട ഒരു കാര്യം, രോഗം എന്ന് പറഞ്ഞൊരു സംഭവം ഈ ജനതയ്ക്കില്ല കേട്ടോ. ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഇവിടുത്തത്. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ആൾ. ഇവിടെ ഒരു കട കണ്ടു, നമുക്ക് കടയിലേക്ക് പോവാം. ചിയേ काली चिया कितना पैसा है? 20. एक काली चिया. नींबू है? नींबू नहीं है. एक काली चिया बनायो. ഇത് ഇവിടുത്തെ കടയാണ്. ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ജീവിതമൊക്കെ ഡയറക്റ്റാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഭയങ്കര റിസ്ക്കാണ്. ചില സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് പെർമിഷനൊക്കെ വേണം. നല്ല നല്ല വീഡിയോസുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കളയേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കടയാണ്. ചാവലും വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നൊരു കടയാണ്. ഇത് ഇവരെ അടുക്കള. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊരു ചായ കുടിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റൂ. ഇപ്പം ഞാൻ ഏകദേശം നടക്കാൻ തുടങ്ങിയ ദൂരം എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററാണ്. എന്നിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് കുട്ടിയാണോ ഈ ബേട്ടേ? ഇവരെ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്. എന്നോട് സൗണ്ട് ആക്കരുത് പറഞ്ഞു. സോറി. ആപ്ക ബേട്ടേ കണ്ടോ, കുഞ്ഞിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് പോലും. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് കണ്ടോ,
കൊയ്റേലി എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ ഇവരുടെ വലിയൊരു കൃഷി നെൽപ്പാടമുണ്ട്. ഹോ, എന്ത് വിദൂരമായ സ്ഥലമാണ് നിങ്ങൾ നോക്കിയേ. ഹയസ്റ്റ് മൗണ്ടെയിൻ ഏരിയ. ഞാനെന്തായാലും ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ എന്തിനാണ് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞത്. എനിവേ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ തനിച്ചാണ്. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് സ്ഥലവും അതിൻ്റെ ഏത് ജില്ലയാണെന്നൊക്കെ ഞാൻ കറക്റ്റ് പറയുന്നത്. ഇപ്പം ജുംല എന്ന് പറഞ്ഞ ജില്ലയാണ് കേട്ടോ. ജുംല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊക്കെ ഈ ഗ്രാമത്തിലെ എന്താണ് ചെറിയ ചെറിയ വീടുകളാണ്. ഓ, ആൾക്കാരൊക്കെ എന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല തോന്നുന്നു. ഞാനിവിടെ എൻ്റെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഓണാക്കി. പക്ഷേ വൈഫൈ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം വൈഫൈ കണക്ഷൻ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇവിടെ എന്താണ് 100 രൂപ 125 രൂപക്ക് റൂം കിട്ടണം. ഞാൻ മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കും കേട്ടോ. അല്ലാത്ത പക്ഷം ഓപ്ഷനില്ല. ഡെയിലി നടന്നു പോയാൽ നമ്മുടെ പരിപ്പിളകും. ഇവിടെ കണ്ടൊരു ബിൽഡിംഗ് ഇവിടെ പണിയുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ സ്കൂളാണ് തോന്നുന്നു കേട്ടോ. എന്തോ രാജ് ഇംഗ്ലീഷ് ബോർഡിംഗ് സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. സ്കൂളൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രാമത്തിൽ, അടിപൊളിയാണ്. ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ ആൾക്കാരെ ഹായ് അങ്കിൾ, നമസ്തേ. ഇത് സ്കൂൾ है इंग्लिश मीडियम? अच्छा, कोयरेली. मेरा मुगु रारा. ठीक है. അങ്ങനെ ഒരു ഗ്രാമവാസിയോട് ഞാൻ സംസാരിച്ചു. ഇവിടെ നോക്കിയേ, എന്ത് ശാന്തവും സമാധാനവുമായ സ്ഥലമാണെന്ന് നിങ്ങൾ നോക്കിയേ. ഞാൻ മൈക്കില്ലാതാണ് സംസാരിക്കുന്നത്. കാരണം മൈക്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ആരും വോയിസ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. ബൈക്ക് പോകുന്നുണ്ടോ? ഇതൊക്കെ ഇന്ത്യയിൽ വരുന്ന വണ്ടികളാണ്. ഇന്ത്യത്തെ വണ്ടി നേപ്പാളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കച്ചവടമാക്കുന്നതാണ്. ഒരു വാഹനത്തിൻ്റെ 3 ഇരട്ടിയാണ് ടാക്സ് വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു. ട്രാക്ടർ ഇവിടുത്തെ രാജാവാണ് വില്ലേജിലെ. ഒരു ഗ്രാമത്തിലെത്തിയപ്പം ഒരാൾ നമ്മുടെ നാട്ടിൽ കലപ്പ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാധനമാണ്. आपका नाम क्या है भाई साहब? नरेंद्र. आपका भाषा क्या है? इसके हल നേപ്പാളി ഭാഷ ഹലോ. ഓക്കെ താങ്ക് യു. പുള്ളിക്കാരൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനാ കലപ്പ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ കാളേനൊക്കെ പുറത്ത് വെച്ചിട്ട് കണ്ടമൊക്കെ ഉഴുകറില്ല, ഇതിനു വേണ്ടിയിട്ടാണ്. കണ്ടം ഉഴുന്ന ഒരു സാധനമാണ്, മെഷീനാണ്. പഴയ രീതിയിൽ നേപ്പാൾ ഉൾഗ്രാമങ്ങളിൽ ധാരാളം ഉണ്ട്. 2 വടിയും കുത്തി ഈ ദൂരേന്ന് നടന്നു വരുന്ന ഒരാളെ കണ്ടോ? അതാണ് ഞാൻ. നല്ല കോൾഡാണ്, എക്സ്ട്രീം കോൾഡാണ്. ഗ്രാമങ്ങളൊക്കെ പറഞ്ഞാൽ വിദൂരമായി ജീവിക്കുന്ന ജനങ്ങളാണ്. സത്യം പറഞ്ഞ് ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ, ഇത്രയും വലിയ സ്ഥലം. പക്ഷെ എന്താണ്, ശുദ്ധമായ വായു ഒക്കെ ശ്വസിച്ച് ഇവർക്ക് ജീവിക്കാം. അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് ചുറ്റുപാട് കൂടി കാണിച്ചു നിൽക്കുന്ന ലൊക്കേഷൻ്റെ. വരുവിൻ. അങ്ങ് ദൂരെ മേലെ നോക്കിയേ, അതൊക്കെ ഗ്രാമങ്ങളാണ് അങ്ങ് ദൂരെ കാണുന്നത്. എത്ര ഹൈറ്റിലാണെന്ന് നോക്കിയേ. അത് കൂടാതെ തന്നെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് മഞ്ഞ് കാണാം. മഞ്ഞൊക്കെ എന്താണ്, ഈ ഒരു ഭാഗത്ത് വെയിൽ വന്ന വേഗം ഉരുകി നദിയിലേക്ക് വീഴും. മുകളിലോട്ട് പോകുന്നതോറും നല്ലതുപോലെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. സ്ഥലം അത്രയും വിദൂരമായിരിക്കും. നിങ്ങൾ നോക്കിയേ. നല്ലൊരു ഫിലിം ക്യാമറയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ചെയ്യുന്ന പോലത്തെ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വൈൽഡ് ദൃശ്യങ്ങളും ഗ്രാമത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ചെറിയ ക്യാമറ കൊണ്ടാണ് ക്ലാരിറ്റി ഒക്കെ കുറവെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമം കണ്ടോ, നേപ്പാളിലെ ജുംല ഡിസ്ട്രിക്റ്റിൽ വരുന്ന അച്ചാറലി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അച്ചാറലി, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അച്ചാറലിയോ, അപ്പോൾ ഞാൻ കൺഫേം ആക്കി. ഇവിടെ ഒരു ബയ്യ റോഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ട ഒരാൾ ഇരിക്കുന്നുണ്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു അച്ചാറലി എന്നാണെന്നാണ് പറഞ്ഞത്. താഴെ ഇവരുടെ കൃഷിയിടം. പക്ഷേ ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ, എന്തല്ലേ എൻ്റെ ഭഗവാനെ, ഇങ്ങനെയുണ്ടാവോ ഗ്രാമപ്രദേശം? ഇത്രയും വലിയ പർവ്വത പ്രദേശത്തിൽ ആൾക്കാർ ജീവിക്കുന്നില്ലേ? എന്തായാലും ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഗ്രാമത്തിൻ്റെ അകത്തേക്ക്. ഇവിടെ ലൈറ്റ് കണക്ഷൻ ഉണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ. ധാരാളം വയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും താഴേക്ക് ഇറങ്ങുക. ഇവിടുന്ന് ഇനി 1 കിലോമീറ്റർ പോയാൽ വലിയൊരു പട്ടണം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നാഗ്മയിൽ ഞാൻ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത നാഗ്മ, അതേപോലത്തെ ഒരു പട്ടണം വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണലായിട്ട് തന്നെ എത്ര മിനിറ്റിലാണ് ഈ ഒരു വീഡിയോ വരുന്നത് എനിക്കറിയില്ല. അവിടുന്ന് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തണം. ഈ ഒരു ഗ്രാമത്തിൻ്റെ കുറച്ചുകൂടി അകത്തേക്ക് വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളാണ്. എത്ര പഴയ ഗ്രാമമാണ് നോക്കിയേ. എന്തായാലും ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ച ജനങ്ങളാണ് നേപ്പാളിലെ ഉൾഗ്രാമത്തിലെ. ഇതെന്താണ്, താറാവാണോ? താറാവിൻ്റെ വേറെ ഏതോ വർഗ്ഗമാണെന്ന് തോന്നുന്നു. പുല്ലൊക്കെ കൂട്ടിയിട്ട് നോക്കിയേ. എൻ്റെ അമ്മോ,
ഇത്രയും ഹൂജ് മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ ആൾക്കാരുടെ ജീവിതം. അങ്ങ് ദൂരേക്കുള്ള വ്യൂ നോക്കി നിങ്ങൾ. സുന്ദരമായിട്ട് ഓർഗാനിക് ആണ് മൊത്തം. ഇവർ ശ്വസിക്കുന്ന വായു ആയാലും കുടിക്കുന്ന വെള്ളമായാലും കഴിക്കുന്ന ഭക്ഷണമായാലും എല്ലാം എന്താണ് ഓർഗാനിക് ആണ്. ഒരു ശുദ്ധമായി ജീവിക്കുന്ന ഒരു ജനത എന്നൊക്കെ പറയാറില്ലേ. എന്തായാലും മേൽക്കൂരയൊക്കെ നോക്കിയേ, പാറക്കല്ലിട്ടിട്ട് പാറക്കല്ലിൻ്റെ മുകളിൽ മണ്ണ് എന്താണ് ഇട്ടതാണ്. പാറക്കല്ലില്ലേ, പാറക്കല്ല്, അതിൻ്റെ ഇടയിൽ മരം, അതിൻ്റെ കൂടെ മണ്ണ്. എന്തായാലും സമ്മതിച്ചിരിക്കണം കേട്ടോ. മുകളിൽ സോളാറിൻ്റെ പാനലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ലൈറ്റ് കണക്ഷനും ഉണ്ട് തോന്നുന്നു. ധാരാളം വയറ് ഗ്രാമത്തിൻ്റെ അകത്തേക്കൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. എത്ര പശുക്കളല്ലേ ഗ്രാമത്തിൽ. ഇതൊക്കെ ഗ്രാമത്തിലെ ഉൾഭാഗങ്ങളാണ്. ഹായ് ഹായ് ഹായ്. നമ്മൾ ഇതിലൂടെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ ഇവരുടെ ജീവിതമൊക്കെ കാണുമ്പം. ഇത് വളരെ പഴകിന വീടാ തോന്നുന്നു. മൊത്തം പൊട്ടിയിലും ഉണ്ട്. കുറേ വിറകും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടോ. മഴക്കാലമൊക്കെ വരുമ്പോൾ വിറകൊക്കെ ശേഖരിച്ച് വെക്കണ്ടേ, അതിനു വേണ്ടിയാണ്. ഇതാണ് കേട്ടോ ഉൾഗ്രാമത്തിലെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അത്രയും ഉൾഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. അതൊക്കെ നടന്നുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹെൽത്തിൻ്റെ കാര്യങ്ങളായിട്ട് എന്തായിരിക്കും കേട്ടോ, അതായിരിക്കും ആവണം. അല്ലാതെ വേറെ എന്താ. താഴത്തെ വേറെ കൃഷിയിടം കണ്ടോ. ഈ കല്ല് കണ്ടോ, വീടുണ്ടാക്കിയ കല്ലിൻ്റെ ശൈലിയാണ്. അടുക്കി വെച്ചിട്ടാണ്. സിമെൻറ്റ് പോലും ഇവർ യൂസ് ചെയ്തിട്ടില്ല. സിമെൻറ്റ് പോലും ഒരു പൊടി മണ്ണ് കുഴച്ചിട്ട് പോലും ഇവർ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടില്ല. നോർമലി കല്ല് കണ്ടോ, കല്ലടുക്കി വെച്ചിട്ടാണ് ഈ ഒരു വീടുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഉറപ്പാണ് കേട്ടോ ഈ ഒരു വീടിനൊക്കെ. കൊടുങ്കാറ്റ് വന്നാൽ അവിടെ നിന്നോളൂ. പശു, നമ്മുടെ നാട്ടിൽ നിന്നെ പശു എന്ന് വിളിക്കും. ഇവിടെ നിന്നെ എന്ത് വിളിക്കും? ഏകദേശം 18 കിലോമീറ്ററായി നടക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ പോകുന്ന റോഡോ ഒന്നുമില്ല. അതിൽ 18 കിലോമീറ്ററോളം 8 കിലോമീറ്റർ ഞാൻ ഈ കാട്ടിലൂടെയാണ് ഇറങ്ങി വരുന്നത്. അതായത് ഷോർട്ട് കട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അപകടമാണെന്ന് അറിയാം, പക്ഷേ രാവിലെ സമയമല്ല, പ്രശ്നമില്ല. ഇപ്പം 5 മണിയായി. 6 മണിക്കുള്ളിൽ കാട് ഇറങ്ങണം. അതാണ് കാടിൻ്റെ നിയമം. നിങ്ങൾ സിനിമയെ കേട്ടിട്ടില്ലേ, മോഹൻലാലിൻ്റെ സിനിമ നിങ്ങൾ കേട്ടിട്ടില്ലേ? അയ്യോ ഒരു ഉണ്ട്. അത്ര സോപ്പാണ്. പുലി കുതിക്കുന്നത് ഒളിക്കാനല്ല, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ല. അതേപോലെയാണ്. വല്ല കരടിയോ പുലിയോ കുതിക്കാനോ ഒളിക്കാനോ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? സിമ്പിള്, പുലി നോക്കിക്കോളും. പക്ഷേ ആംബിയൻസ് നോക്കിയേ, മാരകം. ടെമ്പറേച്ചർ ഏകദേശം -4 ഞാൻ നിൽക്കുന്ന അൾട്ടിറ്റ്യൂഡ് 2518 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും. നമുക്ക് ഇൻ്റർനെറ്റില്ലാണ്ട് നമ്മൾ നിൽക്കുന്ന അൾട്ടിറ്റ്യൂഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടുന്ന് വേഗം ഇറങ്ങണം. ഞാൻ ലൊക്കേഷൻ നോറാഘാട്ട്. എനിക്ക് ഇവരെ ഗ്രാമത്തിലെ ഭാഷ പറയാൻ കഴിയുന്നില്ല. നോറാക്കോട്ട് ജുംല ജില്ല. കോൺസ ഗാവ് പാലിക ഷിജ ഗാവ് പാലിക. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഈ ഒരു ദീദിന്റെ ഷിജ ഗാവ് പാലിക. ഇത് ഇവിടെ ഒരു കുഞ്ഞിയുണ്ട് കേട്ടോ. ഹായ്. ഞാൻ ഇവിടുത്തെ ഒരു വലിയ പട്ടണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയൊരു പട്ടണമാണ്. താഴെ കണ്ടോ, അവിടെ വേണം എനിക്ക് പോകാൻ വേണ്ടി. ഏരി ദീദിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. താഴോട്ടേക്ക് പോകണം, അതാണ് പട്ടണം. അവിടെ എന്താണ് സാധാ റൂം കിട്ടുന്നതാണ് പറയുന്നത്. ഇന്ന് ഞാൻ നടന്ന ദൂരം 21 കിലോമീറ്ററാണ് ഞാനിന്ന് നടന്നിരിക്കുന്നത്. സമയം ഇപ്പം 5:30 വേഗം താഴെ എത്താൻ നോക്കണം. ഒരു നദി ക്രോസ് ചെയ്യണം. താഴേക്ക് പോകാനും ദൂരമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമായിട്ടാണ് ആ ഒരു പട്ടണം കാണുന്നത്. എന്ത് വലിയ പ്രദേശമാണെന്ന് നോക്കിയേ. ഞാനിപ്പോൾ സൂപ്പർ റിവ്യൂവിൽ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതപ്പോൾ നിങ്ങൾക്കൊരു മൊത്തത്തിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു അമ്മയും മോളുമാണ്. ഹായ് കേട്ടോ. ഇവിടെ അമ്മക്ക് ഭയങ്കര ചമ്മലാട്ടോ വീഡിയോയിൽ കാണാൻ വേണ്ടി. എന്തായാലും ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് താഴത്തെ ബജാറും കൂടി എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തും. എൻ്റെ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ आपका भाषा में चाय का क्या बोलिए? കാത്തു ചായ, കാത്തു ചിയേ. ഭയങ്കര ചമ്മലാണ് കേട്ടോ. എന്നോട് പറഞ്ഞു എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാകെ മടിയായിരിക്കുവാണ്. ക്യാ ബോലിയേ? കാലി ചെയ്യാ പോലിയേ. ടീക്ക്. ഇവര് കാലി ചെയ്യാന്നാണ് ഇതിനെ പറയുക. ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടി നോക്കിയേ. ഞാനിപ്പോൾ നേപ്പാളിലെ നറാക്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് തരില്ല. പക്ഷെ അത്യാവശ്യം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഒരു ഏച്ചിന്റെ വയ്യ നേരത്തെ ഉണ്ട് പട്ടി പോകുന്നത്. ഇവിടുത്തെ പട്ടി കണ്ടോ, നമ്മളെ അസ്കീനെ പോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്ത് സൈസാണെന്നറിയോ. അങ്ങ് ദൂരെയൊക്കെ മഞ്ഞുമല കാണാൻ സാധിക്കും. എനിക്ക് ഇവിടെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ. നറാക്കോട്ട് എന്ന് പറയും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഗ്രാമം കാണിക്കുന്നത്. അത് ശരിയാണോ അറിയില്ല. ഇവിടുത്തെ ആൾക്കാരോട് കൺഫേം ആക്കിയൊക്കെ അവർ ഓക്കെ ആണെന്നാണ് പറയുന്നത്. കോൾഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. മൈനസ് ടെമ്പറേച്ചറിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. മഞ്ഞ് വീഴുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. എന്തായാലും അത്യാവശ്യം അടിപൊളി സ്ഥലമാണെന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചുറ്റുപാടും ഹൂജ് വലിയ മൗണ്ടൻസ് ആണ്. ഇവിടുത്തെ ബസ് കണ്ടോ,
ബസ് പോയാൽ മൊത്തം പൊടി പാറും. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ്. ഞാൻ മൈക്ക് യൂസ് ചെയ്താണ് ഇപ്പം വ്ളോഗ് ചെയ്യുന്നത്, കാരണം മൈക്കിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്കൊരു റൂം ഇവിടെ കിട്ടിയിട്ടുണ്ട്. 250 രൂപക്ക് ഒരു പുള്ളിക്കാരൻ ഉറപ്പിച്ചിട്ടുണ്ട്. നേപ്പാൾ പൈസ 250 രൂപ എന്ന് പറഞ്ഞാൽ 200 രൂപ 300 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ല 200 രൂപ എന്ന് പറഞ്ഞാൽ 125 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏകദേശം ചിന്തിക്കുക, ഏകദേശം എന്താണ് ഒരു 150 രൂപക്ക് അടുത്ത് നമുക്ക് റൂം കിട്ടിയെന്ന് പറയാം. സിംഗിൾ റൂം തന്നെയാണ് കിട്ടിയത്. ഇതാണ് ഇവിടുത്തെ ഗ്രാമം. ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ മുടിഞ്ഞ എക്സ്പെൻസീവ് ഉണ്ട് ഭക്ഷണത്തിനൊക്കെ. ഞാനിപ്പം എന്ത് കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ലാസ്റ്റ് എത്തിയിരിക്കുന്ന ഒരു ഗ്രാമം. അടിപൊളി സ്ഥലമാണ്. ഹൂജ് മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനാണ്. പിന്നെ നമ്മളെ ഭാഷ ആൾക്കാർ നല്ലതുപോലെ എന്താണ് ക്യാച്ച് ചെയ്യും കേട്ടോ. ഇങ്ങനെ ശ്രദ്ധിക്കും ഇവൻ ഏത് ഭാഷയാണ്, ഇംഗ്ലീഷാണോ അല്ലെ മലയാളമാണോ ആ ഒരു ടൈപ്പ്. ഞാൻ നിൽക്കുന്ന റൂമാണ്. എന്തായാലും നമുക്കൊരു ദിവസം എന്താണ് ഇന്ത്യൻ പൈസ 125 രൂപ 130 രൂപയ്ക്ക് ഇങ്ങനത്തെ റൂമൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് കയറി പറ്റിയതാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ കിട്ടുന്നില്ല. വൈഫൈ ഒന്നും ആരും തരില്ല. പ്രൈവറ്റ് വൈഫൈ ആർക്കും തരില്ല. എൻ്റെ 2 സ്റ്റിക്കാണ് ഇവിടെ മൊബൈലിൽ എന്താണ്, അയ്യോ ഇതെന്താണ് റെക്കോർഡാ, ഞാൻ പേടിച്ചു പോയി. ഞാൻ നമ്മളെ വീഡിയോസ് ഒക്കെ ഇല്ലേ ഗോപ്രോയിൽ നിന്ന് വീഡിയോസ് ഒക്കെ ഇങ്ങോട്ടൊക്കെ ആക്കുവാണ്. നമ്മുടെ ചെറിയ ക്യാമറത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങോട്ട് ആവുകയാണ്. പക്ഷെ ഇടയ്ക്ക് ആവും. അത് അവിടെ നിന്ന് പ്ലേ ആവട്ടെ. ചാർജ് കുത്തിയിട്ടുണ്ട്, ബാറ്ററി ചാർജ് കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുവാണ്. പോസ്റ്റായ അവസ്ഥയിലാണ്. ഭക്ഷണം ഇവരെന്നോട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പൈസ മാത്രമേ എടുക്കൂ. എന്നെ കാണിക്കുന്നില്ല, കാരണം എന്തായാലും മൊത്തം ബ്ലാക്കാണ്, ബ്ലറാണ് കേട്ടോ. ഗോപ്രോക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ കുറവാണ്. എന്തായാലും ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. സ്റ്റേ ഒക്കെ ഓക്കെ ആണെന്ന് പറയാം കേട്ടോ, പ്രശ്നമില്ല, സന്തോഷമാണ്. പക്ഷെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ആവില്ല. ഗാവുക നാം ക്യാ ഹൈ? इस गांव का नाम नराकोट है. നറാക്കോട്ട് ഗ്രാമത്തിലെ ഈ ഒരു പയ്യന്റെ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ചെറിയ പൈസക്ക് റൂം വന്നായിരുന്നു. ഈ പയ്യന്റെ മക്കളെ ഇവിടെ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബുക്കൊക്കെ വായിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവിടെ ക്യാ ബനായേ? दाल चावल. अच्छा, ऑर्गेनिक लोकल तरकारी है. हाँ, लोकल तरकारी जुमला का ऑर्गेनिक है. अच्छा, आपका नाम क्या है? मेरा नाम है युवराज खत्री. अच्छा, पंडित है हम. पंडित क्षेत्री का मालूम है. हाय हे हेलो हाय. नाम बोलिए, नाम क्या है? അയ്യോ ഇവിടെ കരാട്ട തുടങ്ങി. വീഡിയോ യൂട്യൂബിൽ ദേക്കേ. നേരത്തെ കാണിച്ച ഒരാളില്ലേ, ആ പുള്ളിക്കാരൻ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നിട്ടുണ്ട്. നീ ഇപ്പം കഴിക്കുന്നതാണ് പറഞ്ഞത് എന്നോട്. പക്ഷേ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ? ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ടേസ്റ്റ് കഴിച്ചില്ല. കാരണം എന്താ വിചാരിച്ചാൽ മൊത്തം ലോക്കലാണ്. തർക്കാരി എന്ന് പറയും. വെജിറ്റബിൾസ് അയച്ചായാലും എന്താണ് ഈ ചാവൽ, ഈ ചോറ് കണ്ടു, ഈ അരി വരെ ഇവിടുത്തെ ലോക്കലാണ്. പിന്നെ കോഴിയില്ലേ, ചിക്കനൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ അധികം കൂട്ടാറില്ല. പക്ഷേ നമുക്ക് മാക്സിമം ഇങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ നല്ലപോലെ കഴിക്കാൻ നോക്കും. എന്ത് ടേസ്റ്റാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് അത്രയും വിഷമമുണ്ട്. വിഷക്കുന്നത് കൊണ്ടാവാം ഞാൻ ഇങ്ങനെ ആവേശത്തോടെ പറയുന്നത്. എന്തായാലും ഈ ഫുഡ് കഴിച്ചിട്ട് വേഗം റൂമിലേക്ക് കയറണം. എനിക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും. ഇവിടെ കുട്ടികളൊക്കെ കണ്ടോ, എന്താണ് കൈ പിടിച്ച് നടന്ന് സ്കൂളിലേക്ക് പോവാണ്. നല്ല കോൾഡാണ്, നല്ല തണുപ്പാണ്. ഇതൊക്കെ ഇവരുടെ കൃഷിയുടെ പണി കാണുന്നത്. അങ്ങ് ദൂരെ ഒരു ടൗൺ കണ്ടോ, അവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ലോങ് വീഡിയോ ആക്കാനാണ് വീഡിയോ കാണുന്ന ആൾക്കാർ പറഞ്ഞത്. കുറച്ച് പേരെ നമ്മൾ വീഡിയോ കാണുന്നില്ല, എന്നാലും കാണുന്നവർ പറഞ്ഞ ഒരു ഒപ്പീനിയൻ പ്രകാരം എന്താണ് ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം എന്താണ് ലോങ് ആക്കുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ 30 മിനിറ്റിന് മുകളിലോട്ടും പോയേക്കാം. എന്നാലും വീഡിയോ കാണുക. എനിക്കെന്താ അറിയില്ല, ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് തോന്നുന്നു. തലക്കൊക്കെ നല്ലപോലെ കിക്ക് വരുന്ന പോലെയാണ്. പിന്നെ ലഗേജും ഉണ്ടല്ലോ. സ്ഥലം അടിപൊളിയാണ്. 2 ദിവസം മുന്നേ നല്ല സ്നോ വീണായിരുന്നു. ഇവിടെ നോക്കിയേ, ആഹാ മൊത്തമില്ല. എല്ലാം ഞാൻ പറഞ്ഞല്ലേ, വെയിൽ വന്ന സ്നോ മൊത്തം ഉരുകി താഴേക്കില്ല, നദിയിലേക്കാണ് പോകുന്നത്. ഗ്ലാസ് പോലെ ഉണ്ട്. ഓക്കെ, നല്ല പോലെ ഉണ്ട് കേട്ടോ. എന്ത് രസമല്ല കാണാൻ വേണ്ടി. ഇവിടെ മൊത്തം സ്നോ വീണതാണ്. കട്ട പിടിച്ചു കേട്ടോ. ഇവിടുത്തെ വെള്ളം നദി ഉണ്ടോ, നദിയിലേക്കാണ് ഒഴുകി പോകുന്നത്. വെയിൽ വന്നാൽ സ്നോ മൊത്തം ഉരുകും. ഇവിടെ മൊത്തം ഉണ്ടായതാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് തീർന്നു പോയതാണ്. കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണ്. എന്താ നോക്കിയേ, ഇവിടെ ഐസായിട്ടുണ്ടോ, വെള്ളം ഐസായിരിക്കുന്നുണ്ടോ കട്ട പിടിച്ചിട്ട്. ഞാൻ കുത്തി പൊട്ടിക്കട്ടെ. ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ വീണ് കിടക്കുന്നത്.
എന്തായാലും അടിപൊളിയായിരിക്കും. ഈ ഒരു വൈബ് എന്താ പറയാ, കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. അങ്ങ് ദൂരെയാണ് പട്ടണം, ഇതുവരെ എത്തിയിട്ടില്ല. ഒരേ നടത്താണ്, 11 കിലോമീറ്റർ ഞാനിപ്പോൾ അടുപ്പിച്ച് നടക്കുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. ഏതോ ഒരു ഉൾഗ്രാമത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ അമ്മമാരോട് ചോദിച്ചാൽ ഇവർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ. അടിപൊളി ഗ്രാമമാണ്. ഇതൊക്കെ ഗ്രാമത്തിലെ വീടുകളാണ്, കണ്ടോളൂ. എത്ര ഉൾഗ്രാമങ്ങളാണെന്നറിയോ. ധാരാളം മനുഷ്യർ ഈ വലിയ മലയിടുക്കിൽ ജീവിക്കുന്നു പറയുമ്പോൾ തന്നെ അത്ഭുതം തോന്നുവാണ്. മാതാജി നമസ്തേ. मेरा केरला इंडिया दुखता हाँ दुखता है ബോഡി പെയിൻ ഇല്ലേതാണ് ചോദിക്കുന്നത്. ടീക്സേ ഞാൻ നടക്കുമ്പോൾ ബാഗ് കൊടുത്ത് നടക്കുമ്പം ബോഡി പെയിൻ ഒന്നും ഇല്ലേതാണ് അമ്മ ചോദിച്ചത് എന്നോട്. വീടിൻ്റെയൊക്കെ ശൈലി കണ്ടോ, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പ്ലാനിങ് ടീംസ് ഒന്നും അല്ല കേട്ടോ. ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്ന വീടാണ്. കല്ലൊക്കെ പാകി മരം കൊണ്ടൊക്കെ വെച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള വീടൊക്കെ വളരെ ഇഷ്ടമാണ്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ചന്തം എന്നൊക്കെ പറയാറില്ലേ, എന്ത് രസമാണെന്ന് പറയും പോലെ. ഇവിടെ ഏതോ അടുത്തൊരു ബജാർ വരുന്നുണ്ട്. ആ ബജാർ മാക്സിമം പിടിക്കാൻ നോക്കണം. കൂട്ടത്തോടെ ജീവിക്കുന്ന ജനങ്ങൾ. കുടിവെള്ളമൊക്കെ മലമുകളിൽ നിന്ന് വരുന്ന ജലാംശമാണ്, ശുദ്ധമായ വെള്ളമായിരിക്കും. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഗ്രാമം മാത്രമല്ല, വേറെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെങ്കിലും അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോയിൽ പറയണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റുക. ഗോട്ടി ജൂല എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങ് ദൂരെയാണ് ഇവിടുത്തെ മാർക്കറ്റ് വരുന്നത്. ഇവിടുത്തെ നേപ്പാൾ ഭാഷ വരെ മാലിന്യഹിയേ. ഞാനിവിടുത്തെ അവര് ഓടിക്കളഞ്ഞ കേട്ടോ വീഡിയോ കണ്ടപ്പോൾ. ഇത് കണ്ടോ, മലമുകളിൽ മൊത്തം ടോപ്പ് മൗണ്ടനിൽ മൊത്തം സ്നോ വീണ് കിടപ്പുണ്ട്. അത്യാവശ്യം ഹെവി കോൾഡ് തന്നെയാണ്, എക്സ്ട്രീം കോൾഡ് എന്ന് പറയാം. നൈറ്റ് -2 -3 ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടോ ഇവിടെ അലക്കിയിട്ടിട്ടുണ്ട്. ഒരു ഡ്രസ്സ് കൂടി അലക്കിയിട്ടുണ്ട്. പിന്നെ 4 ഷോക്സ് ആണ്. 4 ഷോക്സ്. ഇത് എപ്പോൾ ഉണങ്ങുന്ന അറിയില്ല. ഒരു പാൻറ് ഉണ്ട്, ഒരു പാൻറ് തന്നെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 പേരുണ്ട്. ഹായ്, यूट्यूब में देखे वीडियो आपका इधर है? इधर नहीं है, दैलेख है हमारा। दैलेख में गुरास गाँव पालिका एरिया, पालिका 28 नगर पालिका। इधर में काम करते हैं? हाँ, इधर ही काम करता हूँ, गाँव पालिका में। गाँव पालिका, ठीक है, थैंक यू. സുഹൃത്തുക്കളെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അത്യാവശ്യം ലോങ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ പറയാറുണ്ട് ഇപ്പം ലോങ് വീഡിയോ കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നേരെ പോയി റെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ എനിക്കൊരു റൂം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടും കേട്ടോ. എൻ്റെ ഭാഷ കേട്ടിട്ട് അവർ ശരിക്കുവാണ്, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കൂടെ നിൽക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.